ഓള് എന്നാ ഇവർ പറയണ്ടേ? ഇവരെന്നാ ഞാൻ പറയണ്ടേ? ഓനല്ല ഓളും അല്ല ഈ നായി. ഹെലനോസ് പാർക്ക ജാസി വിഷയം എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് കരുതുന്നു. ജാസിയുടെ സർജറിയെ പറ്റി ഹെലനോസ് പാർക്ക ഒരു വീഡിയോ ചെയ്തിരുന്നു. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നമുക്ക് ആ വീഡിയോയുടെ ക്ലിപ്പ് ഒന്ന് കാണാം. സർജറിക്കായിട്ട് പോകുന്ന ജാസിക്ക് സ്നേഹചുംബനം കൊടുക്കുന്ന ആഷീനെയും അവരുടെ ഫ്രണ്ട്സിനെയും ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. വാട്ട് എവർ ഇറ്റ് ഇസ്. അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന ജാസി എന്ന് പറയുന്ന വ്യക്തി അവരുടെ പ്രൊഫൈലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ സർജറി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേഗം തന്നെ സുഖം പ്രാപിക്കട്ടെ എന്ന് ആദ്യം തന്നെ പറയട്ടെ. പക്ഷേ വീഡിയോയുടെ തുടക്കം തന്നെ ഹെലനോസ് പാർക്ക പറയുന്നത് സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ സുഖം പ്രാപിക്കട്ടെ എന്ന്. പുള്ളിക്കാരി തുടക്കത്തിൽ പറഞ്ഞ പോലെയുള്ള വീഡിയോ സർജറിക്ക് പോകുന്നതിന് മുമ്പ് ജാസിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോയുടെ ഉള്ളടക്കം ഇത്രയേ ഉള്ളൂ. ജാസിക്ക് ആശി കൊടുക്കുന്ന സ്നേഹചുംബനം, അത്രേ ഉള്ളൂ. ഇത്രയും വലിയൊരു സർജറി, കാരണം എനിക്കും ഈ ഒരു കമ്മ്യൂണിറ്റി, നിങ്ങൾ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിലാണെന്ന് എനിക്കറിയില്ല, എനിക്ക് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് ആൾക്കാരെ അറിയുന്നവരുണ്ട്, സർജറി ചെയ്തവരും എനിക്കറിയാം. അപ്പം ഇങ്ങനെ ഒരു മേജർ സർജറി കഴിഞ്ഞിട്ട് നമുക്കറിയാലോ, നോർമലി ഒരു സർജറി ചെയ്ത വാർഡിലേക്ക് മാറ്റാൻ എങ്ങനെ പോയാലും 2-3 ആഴ്ചയൊക്കെ പിടിക്കും. പക്ഷേ ഈ ജാസി ആണെങ്കിൽ തന്നെ അടുത്ത ദിവസം വന്ന് ഒരു റീല് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റിയാണ് പുള്ളിക്കാരി ചോദിച്ചത്. ഒരു കാനലില്ല, അല്ലെങ്കിൽ പിന്നെ യൂറിൻ നമ്മളൊരു ഒരു സാധനം വെക്കില്ലേ, അതില്ല, ഒന്നുമില്ല. ഇന്നലെ രാത്രിയോ ഇന്ന് രാവിലെ എങ്ങാൻ സർജറിക്ക് പോയ ആളെ എത്ര പെട്ടെന്ന് പിന്നെ വാർഡിലേക്കും അല്ലെങ്കിൽ റൂമിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യോ? അത് തന്നെയാണ് എൻ്റെ സംശയം. അപ്പം തന്നെ മനസ്സിലാക്കുക, ആ സർജറി നാടകം വരെ സ്ക്രിപ്റ്റഡ് ആയൊരു റീലിന് വേണ്ടിയിട്ടുള്ളൊരു കണ്ടന്റ് മാത്രം. വലിയൊരു നമ്മൾ നോർമലി ഒരു പനി വന്നിട്ടോ അങ്ങനെയൊന്നും ഹോസ്പിറ്റലിൽ പോയൊരു വ്യക്തിയല്ല. എനിക്ക് തോന്നുന്നു ഡൗൺ സർജറി അങ്ങനെ എന്തോ ആണ്. സ്ത്രീയായി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് തോന്നിയത് അങ്ങനെ ഡൗൺ സർജറി ആയിരിക്കും ചെയ്തത്. അപ്പൊ ദയവ് ചെയ്തിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, സർജറി ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സുഖം പ്രാപിച്ചിട്ട് മതി. നിങ്ങളുടെ റിപ്പോർട്ട്സും കാര്യങ്ങളും, അല്ലെങ്കിൽ ഏത് ഹോസ്പിറ്റലിലാണ്, എന്താണ് അതിന്റെ അനുഭവങ്ങള്. കാരണം പിന്നെ നമ്മള് കേട്ടുകേൾവിയല്ലേ ഉള്ളൂ. നിങ്ങൾ പുള്ളിക്കാരി വീഡിയോയുടെ ഒരു ഭാഗത്തും ട്രാൻസ് കമ്മ്യൂണിറ്റിയോ ജാസിയോ അപമാനിക്കുകയോ ചെയ്തിട്ടില്ല. വളരെ മാന്യമായിട്ടാണ് താങ്കൾക്ക് സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ സർജറിയുടെ അനുഭവവും റിപ്പോർട്ടും സോഷ്യൽ മീഡിയയിൽ ഒരു ലോങ് വീഡിയോ ആയിട്ടോ ഷോർട്ട് വീഡിയോ ആയിട്ടോ പങ്കുവെക്കാൻ വളരെ മാന്യമായിട്ട് പറഞ്ഞു. അത്രയേ ഉള്ളൂ. ഒരുപാട് ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. ഒരുപാട് പേർക്ക് അത് ഉപകാരപ്പെടും എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് ഞാൻ പറയുന്നത്. ഒരു ലോങ് വീഡിയോ തന്നെ ഇട്ടാലും പ്രശ്നമൊന്നുമില്ല. നിങ്ങളുടെ റിപ്പോർട്ട്സ് കാര്യങ്ങൾ, ആരാണ് എവിടെയാണ് ചെയ്തത്, എന്താണെന്നൊക്കെ ഉള്ളതും കൂടെ പറഞ്ഞാൽ നന്നായിരിക്കും. പിന്നെ ഞാനൊരു ഡിസ്ക്ലൈമർ പോലെ ആദ്യം തന്നെ പറയാം, ഇതിന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് അവസാനം ഇതും കൂടി നിങ്ങൾ നടത്തിയ നാടകമാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ 2 പ്രാവശ്യം ഇട്ട വീഡിയോ വളരെ നീറ്റായിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഇനി അങ്ങനെ ആയിരിക്കില്ല. നിങ്ങൾ ഈ സർജറി പുള്ളിക്കാരി പറഞ്ഞത് ഈ സർജറി നാടകമാണെങ്കിൽ അതിനനുസരിച്ചുള്ള മോശമായ പ്രതികരണമാണ് തൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. ഈ പറയുന്ന ഞാനാണെങ്കിൽ അങ്ങനെ ചെയ്യുള്ളൂ. കാരണം സമൂഹത്തെ കബളിപ്പിക്കുന്നത് അത്ര നല്ല ശീലമല്ലല്ലോ. കാര്യം കൂടി നാടകമാണ് എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഈ പറയുന്നത് പോലെ വളരെ മോശമായിട്ടുള്ള രീതിയിലായിരിക്കും ഞാൻ റിയാക്ട് ചെയ്യുന്നത്. എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഇതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ജാസി എന്ന് പറയുന്ന വ്യക്തിയുടെ സൈഡിൽ നിന്ന് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. കണ്ടല്ലോ, ഇതാണ് ഹെലനോസ് പാർക്ക ജാസിയുടെ സർജറിയെ പറ്റി ചോദിച്ചുകൊണ്ട് ചെയ്ത വീഡിയോ. ഇതിലെവിടെയെങ്കിലും ജാസിയെയോ അല്ലെങ്കിൽ ജാസിയുടെ വിഭാഗത്തിൽപ്പെട്ടവരെയോ മോശമായിട്ട് പരാമർശിക്കുന്നതായി നിങ്ങൾക്ക് തോന്നി? എനിക്ക് തോന്നിയില്ല. പക്ഷേ ജാസിയുടെ ഭാഗത്ത് നിന്ന് ഹെലനോസ് പാർക്കക്ക് വളരെ മോശമായൊരു അനുഭവമാണ് ഉണ്ടായത്. അതിനെതിരെ ഹെലനോസ് പാർക്ക വളരെ മോശമായി തെറിവിളിയോടെ തന്നെ പ്രതികരിക്കുകയും ചെയ്തു. ഞാൻ എപ്പോഴും ഈ തെറിവിളിക്കൊക്കെ എതിരാണ്. പക്ഷേ ഇവിടെ ഹെലനോസ് പാർക്ക ചെയ്തതിനോട് ഞാൻ 100% യോജിക്കുന്നു. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ ഇനി പ്ലേ ചെയ്യാൻ പോകുന്ന വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവും. എന്താ പറയാ, അക്സെപ്റ്റ് ചെയ്യണമെന്നൊരു ഒരു ആൾക്കാരെ മനസ്സിലാക്കി അവർ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കണം. ഈ പറയുന്ന ആൾക്കാർ സ്വന്തം ഭർത്താവിന്റെ ഫോട്ടോ കൂടി പബ്ലിക്കലി കാണിക്കാത്ത ആൾക്കാരാണ്. അവർ ഭർത്താവിൻ്റെ ഫോട്ടോ കാണിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതല്ല വിഷയം. നീ സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പ്രോപ്പറായിട്ടൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വെറുതെ എന്തിനാണ് തോക്കി കയറി വെടിവെക്കണേ? അവർക്കാണ് ഭയങ്കര ഇത്. അറ്റ്ലീസ്റ്റ് ആൾക്കാരെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്, അല്ലെങ്കിൽ ആൾക്കാരെ മനസ്സിലാക്കാനുള്ള അറ്റ്ലീസ്റ്റ് ഒരു ബുദ്ധി, അല്ലെങ്കിൽ ഒരു നിന്നെപ്പറ്റി മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് നീ ചെയ്ത സർജറിയെ പറ്റി വീഡിയോ ഇടാൻ പറഞ്ഞത്. അതിന് നീ ഇങ്ങനെ കടന്ന് തിളക്കണേ എന്തിനാ? ഒരു അനുകമ്പ ഉണ്ടല്ലോ, അത് കാണിക്കുക. നീ ചെയ്ത പ്രവൃത്തി വെച്ച് അത് കാണിക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നണില്ല. കാണിച്ചു കൊടുത്തു.
അത് ആൺകുട്ടിയല്ല കേട്ടോ, ഒരു പെൺകുട്ടിക്ക് ഞാൻ കാണിച്ചു. ആ ഒരു മില്ലിന് അടിച്ച പെൺകുട്ടിക്ക് ഞാൻ കാണിച്ചു കൊടുത്തു. ആള് പേര് വളഞ്ഞു മൂക്കി പിടിക്കാൻ നീ സ്ട്രെയിറ്റ് വാ. ആ മില്യൺ അടിച്ച പെൺകുട്ടി ആരാണെന്ന് പറ. അല്ലാതെ ഞങ്ങൾ എങ്ങനെ അറിയും? ഒരുപാട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ നമ്മുടെ നാട്ടിൽ നിന്നുണ്ട്. ഒരുപാട് പേര് മില്യണും കെയും അടിച്ചവരുണ്ട്. അതിലാരാണെന്ന് നീ എടുത്തു പറ. എനിക്ക് പറയണല്ലേ? കാണിച്ചു കൊടുത്തു. എന്നിട്ടൊരു വിശ്വാസമില്ലാണ്ട് പോയിട്ട് വീട് ചെയ്ത് ഞാൻ എന്താ പറയാന്ന് ഞാൻ ആലോചിക്കുന്നത്. ജാസി ആശി നീ അപ്പുറത്ത് ഒഴിവാക്കി വിട്. നീ ആരുടെ ഒഴിവാക്കി വിടാൻ? നായിന്റെ മക്കളെ. ആഹാ, ജാസിക്കും ആശിക്കും വയറ് നിറയ്ക്കാനുള്ള മരുന്ന് ഹെലനോസ് പാർക്ക കൊടുത്തു തുടങ്ങി. കാണിച്ചു എന്ന് പറയുന്ന 1 മില്യൺ അത് എന്നെയാണ് ഉദ്ദേശിച്ചത്. ഈ നായി പരമാറി പരപ്പു. ഇവൻ എന്നെ വീഡിയോ കോൾ ചെയ്തു. ചെയ്തിട്ട് എന്നോട് പറഞ്ഞു വീഡിയോ എടുക്ക്, വീഡിയോ ഓണാക്കും മോളെ. ഈ പരപ്പൂറനോട് ഞാൻ പറഞ്ഞതാണ് എന്ത്, ഞാൻ പുറത്താണുള്ളത്, വീഡിയോ കോൾ എന്തായാലും ഓൺ ചെയ്യാൻ പറ്റില്ല. ഈ തന്തയില്ലാത്തവൻ എന്താ ചോദിച്ചാല് വീഡിയോ കോൾ ഓൺ ചെയ്തിട്ട് ഡ്രസ്സ് ഒരു ഊരിലങ്ങൂരി. അപ്പൊ തന്നെ ഞാൻ ഫോൺ മറച്ചു പിടിച്ചു. കാരണം ഞാൻ കുറെ ആൾക്കാരുടെ ഇടയിലാണ് ഞാൻ നിൽക്കുന്നുള്ളത്. ഞാൻ വേഗം ഫോൺ താഴ്ത്തി പിടിച്ചു. ഞാൻ പറയട്ടെ, നിങ്ങളൊരു സ്ത്രീ ആവാൻ മെനക്കിടുന്ന ഒരാൾ. ഇതിൽ നിന്ന് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കാം. ഹെലനോസ് പാർക്ക ജാസിനോട് ചെയ്യാൻ പറഞ്ഞത് എന്താ, പക്ഷെ ജാസി പ്രവർത്തിച്ചത് എന്താ. ഇങ്ങനെ കാണിക്കുമ്പോൾ ആരായാലും പ്രതികരിച്ച് പോകില്ലേ. സ്വാഭാവികമായിട്ടൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിൽ തൻ്റെ മോശം അനുഭവം സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കും. അതാണ് ഇവിടെ ഹെലനോസ് പാർക്ക ചെയ്തേക്കുന്നത്. നിങ്ങൾ പറഞ്ഞു, സ്ത്രീകളോടാണ് ഞാൻ പറയുന്നത്. ഞാനൊരു സ്ത്രീ തന്നെ ആവട്ടെ. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ എന്റെ വീട്ടിൽ ഒറ്റ ഒരു റൂമിൽ ഇരിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾ എനിക്ക് കാണിച്ചു തരാൻ വേണ്ടി പാടില്ല. കണ്ടല്ലോ, ഇതായിരുന്നു പ്രതികരണം. വീഡിയോയുടെ അവസാനം ഹെലനോസ് പാർക്ക ഒരു കാര്യം പറഞ്ഞിരുന്നു. നീ ഇതിനെതിരെ കേസിന് പോയാലും അതിനു വേണ്ടി നിരത്താനുള്ള തെളിവുകൾ എൻ്റെ പക്ഷത്തുണ്ടെന്ന്. എനിക്ക് പറയാനുള്ളത് ജാസിനോടാണ്. നിനക്ക് ഇതിൻ്റെ വല്ല ആവശ്യവുമുണ്ടായിരുന്നു? നീ ചെയ്ത സർജറിയെ പറ്റി, അനുഭവിച്ച കഷ്ടപ്പാടുകളെ പറ്റി മാന്യമായിട്ട് നിനക്ക് ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ ഷോർട്സോ ലോങ്ങോ ആയിട്ട് വീഡിയോ ചെയ്യാമായിരുന്നല്ലോ. അതിന് പകരം നീ നാട്ടിലെ കോൾ ഗേൾസ് ചെയ്യുന്ന പോലെ വിവസ്ത്രയായിട്ട് ഹെലനോസ് പാർക്കെ വീഡിയോ കോൾ ചെയ്തു. ആരായാലും പ്രതികരിച്ചു പോകില്ലേ? നീ ചെയ്ത തെറ്റിനോട് അല്പമെങ്കിലും കുറ്റബോധം ഉണ്ടെങ്കിൽ ഹെലനോസ് പാർക്കിനോട് ക്ഷമ പറഞ്ഞുകൊണ്ട് നീ ഒരു വീഡിയോ ചെയ്യും. കാരണം നീ ഇവിടെ തെറ്റ് ചെയ്തത് ഹെലനോസ് പാർക്കിയോട് മാത്രമല്ല, മറിച്ച് ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് തന്നെ അപമാനമായ പേരുണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തത്. കാരണം നമ്മുടെ നാട്ടിൽ ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് ഓൾറെഡി ഒരു പിന്തള്ളലുണ്ട്. നിൻ്റെ പ്രവൃത്തി കൊണ്ട് അത് കൂടുകയുള്ളു. അതുകൊണ്ട് പറ്റുമെങ്കിൽ നീ ചെയ്തത് തെറ്റാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നീ ഒരു വീഡിയോ ചെയ്യുക. പുതിയൊരു ടോപ്പിക്കുമായി കാണുന്നവരെ ബൈ ബൈ.